ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 3/4 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യാൻ വയ്ക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും അതുപോലെ ഗ്രാമ്പു പിന്നെ കറുവപ്പട്ട ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചത് നമുക്ക് 1/2 സ്പൂൺ മതി. ഇതെല്ലാം ഈ 3 മിക്സ് ചെയ്ത് പൊടിച്ചത് 1/2 സ്പൂൺ മതി. അത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് 2 പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ അരിച്ച് മാറ്റി വയ്ക്കാം. അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. ആ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ആ ബീറ്റായി വന്ന എഗ്ഗിലോട്ട് നമുക്ക് കാരമൽ കളർ ആഡ് ചെയ്യണം. നമുക്ക് കാരമൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം, പക്ഷെ ബൾക്കായിട്ട് ഓർഡർ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് കാരമൽ കളർ ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതാണ് എളുപ്പം നമുക്ക്. അപ്പോൾ അത് ഒരു 1.5 ടീസ്പൂൺ നമുക്ക് കാരമൽ കളർ ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ അല്പമായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു 8 ഇഞ്ച് സ്ക്വയർ ടിന്നിലാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 170 ഡിഗ്രിയിലാക്കിയിട്ട് നമുക്ക് ഒരു 45 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ടൂപ്പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ആയിട്ടില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് നമുക്ക് വീണ്ടും വെച്ച് നോക്കാം. ഓരോരുത്തരുടെ ഓവൻ വെച്ച് നമുക്ക് ഹീറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നോക്കി പോകാം, ടൂപ്പിക്ക് വെച്ച് നോക്കാം. അപ്പോൾ ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റ് വെക്കാം. അപ്പോൾ എൻ്റെ ഒരു 45 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മണം, വീട് ഫുള്ളും ഈ നമ്മൾ ഏലക്കായും ഗ്രാമ്പു കറുവപ്പട്ട ഇതെല്ലാം കൂടി വരുമ്പോൾ അങ്ങനെ നല്ലൊരു മണമായിരിക്കും. നമ്മൾ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അത്. ക്യാരറ്റ് കേക്ക് ബൾക്കായിട്ട് ഓർഡറുകൾക്ക് ഈ റെസിപ്പി യൂസ്ഫുള്ളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റ് ക്യാരറ്റ് കേക്ക് ഈ ക്രിസ്മസിന് നമുക്ക് ബൾക്കായിട്ട് ഓർഡർ എടുക്കാം. താങ്ക് യു.